അര ഡസനോളം വാർത്തകളാണ് ഈ സർക്കാർ വന്നതിനു ശേഷം റിപ്പോർട്ടർ വാർത്ത സംപ്രേഷണം ചെയ്തതിനു ശേഷം സർക്കാരിന് തിരുത്തേണ്ടി വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം റിപ്പോർട്ടർ സർക്കാരിനെ തിരുത്തിച്ച വാർത്തകൾ: ഒന്ന്, സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിന്റെ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് റിപ്പോർട്ടറാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ ദിവസങ്ങളിൽ തെറിച്ച വിക്കറ്റായിരുന്നു സണ്ണി ജോസഫിന്റെ അളിയന്റെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരൻ ബെന്നി തോമസിനെ നിയമിച്ച വിവാദം, സഹോദരി ഭർത്താവ് ബെന്നിയെ നിയമിച്ച വിവരം റിപ്പോർട്ടർ ടിവിയാണ് കേരളത്തെ അറിയിച്ചത്. അളിയന്റെ രാഷ്ട്രീയ ഭരണപരിചയമൊക്കെ പറഞ്ഞ് നിയമനത്തെ ന്യായീകരിക്കാൻ മന്ത്രി സണ്ണിയും ചില കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നു. ഞാൻ വെച്ചത് എൻ്റെ പ്രവർത്തനം, മന്ത്രി എന്നതിലുള്ള എൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാകാൻ, ജനോപകാരപ്രദമാകാൻ, വിജയകരമാകാൻ, ഫലപ്രദമാകാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തി എന്നതിൽ തന്നെയാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയസമ്പത്തുള്ള ഒരാളെയാണ്, നല്ല ക്യാരക്ടറുള്ള ഒരാളെയാണ് ഞാൻ. ബെന്നി തോമസ് ഈ വിവാദങ്ങളെല്ലാം ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ആ വിവാദങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. തുടർന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ് ദേവസ്വം ബോർഡ് പ്ലീഡറായിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിക്കൂട്ടിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ KB പ്രദീപിന്റെ നിയമനം. അസാധാരണമായി സ്പെഷ്യൽ പ്ലീഡറായി KB പ്രദീപിനെ നിയമിച്ച വാർത്ത പുറത്തുവിട്ടതും റിപ്പോർട്ടർ TV. റിപ്പോർട്ടറിന്റെ മാധ്യമ ജാഗ്രതയ്ക്കൊപ്പം ശബരിമല സ്വർണ്ണക്കേസ് അട്ടിമറിക്കാനുള്ള കൃത്യമായ തിരക്കഥയാണിതെന്ന് പ്രതിപക്ഷം കൂടി ഉച്ചത്തിൽ പറഞ്ഞതോടെ സർക്കാരിന് വീണ്ടും ടേൺ അടിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KB പ്രദീപ് രാജിവെച്ചു. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. അദ്ദേഹത്തിന് വയ്ക്കാൻ കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ഈ സാധാരണ രീതിയിൽ കേസ് നന്നായി വാദിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാൻ വെച്ച് കാണുക. അതങ്ങനെയാണ് വെച്ചിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. റിപ്പോർട്ടറിന്റെ ജാഗ്രത തുടർന്നുകൊണ്ടേയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വി ഡി സതീശൻ സർക്കാർ നിയമിച്ച N ശേഷാദ്രിനാഥൻ സംഘപരിവാർ അനുകൂലിയാണെന്ന ആരോപണം റിപ്പോർട്ടിലൂടെയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ആ തസ്തികയിൽ സംഘി താല്പര്യങ്ങളുള്ള ഒരു വ്യക്തി കടന്നു വന്നാൽ അത് എങ്ങനെയും ആകുമെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ. തീർന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഇളവ് നിശ്ചയിച്ചതിലെ ദുരൂഹതയും റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ഫയൽ അസാധാരണ വേഗത്തിൽ നീങ്ങിയതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടു. ഇതോടെ അന്തിമ തീരുമാനം UDF എടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് നിലപാട് മാറ്റേണ്ടി വന്നു. ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും. 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കും. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. ചങ്ങനാശ്ശേരി ക്യാമ്പിലെ ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ട്.
ചങ്ങനാശ്ശേരിയിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ച വാർത്തയും റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. ഭക്ഷണം വേണമെങ്കിൽ അപ്പുറത്തെ ക്യാമ്പിൽ പോയി കഴിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്ന് ദുരിതബാധിതർ തന്നെ വെളിപ്പെടുത്തി. വീഴ്ച പുറത്തു വന്നതോടെ റിപ്പോർട്ടർ മാധ്യമ സംഘത്തോട് തട്ടിക്കയറുകയാണ് ചങ്ങനാശ്ശേരി MLA വിനു ജോബ് ചെയ്തത്. അപ്പൊ ഇന്നലെ എത്ര മണിക്ക് ഞങ്ങൾ വന്നത്? രാത്രിയോ? അല്ല ഇവിടെ അതല്ല നിങ്ങൾ പറയുന്ന മനസ്സിലാക്കെ. അല്ലല്ല തിരിച്ചു നിങ്ങൾ ഇവര് രാത്രി ഇന്നലെ 9:30 ഇവിടെ വന്നത്. 4 മണിക്ക് വന്നു. ഞങ്ങൾ 3 മണിക്ക് വന്നതാണ്. 4 മണിക്ക് വന്നതാണ്. ഞങ്ങൾ 3 മണിക്ക് വന്നതാണ്. 9:30 വന്നതൊരു പ്രശ്നമല്ല. ഞങ്ങൾ 3 മണിക്ക് വന്നവരാ. എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ആർക്ക് കിട്ടിയെന്നാണ് ഈ പറയുന്നത്? MLA പറയുന്നത് കേൾക്കാൻ പറ്റില്ല. MLA പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ആളുകൾ ബോധ്യപ്പെടുത്തുന്നു. PMCയിലെ മലക്കം മറിച്ചിലും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ട്. PMCയിൽ പ്രതിപക്ഷ കാലത്ത് പറഞ്ഞതെല്ലാം വിഴുങ്ങി യൂട്ടേൺ അടിക്കാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ നിരന്തര മാധ്യമ ജാഗ്രതയാണ് റിപ്പോർട്ടർ പുലർത്തിയത്. UDF യോഗത്തിന് ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് പിന്നാലെ മലക്കം മറിഞ്ഞു. മുസ്ലിം ലീഗ് നേതാക്കളും സമസ്തയുൾപ്പെടെ മതന്യൂനപക്ഷ സംഘടനകളുടെയും എതിർപ്പ് റിപ്പോർട്ടർ TV പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കി. അതോടെ സർക്കാരിന് നിലപാട് മാറ്റേണ്ടി വന്നു. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. സാർ ഞങ്ങൾ വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തീർന്നില്ല. കാസർഗോഡ് ലഹരി ഇടപാട്. കാസർഗോഡ് VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററായ മുഹമ്മദ് ഹുസൈൻ 139 ഗ്രാം MDMAയുമായി പിടിയിലായെന്ന വാർത്തയും പുറത്തുവിട്ടത് റിപ്പോർട്ടർ. മുഖ്യമന്ത്രിയുമായി ഇയാൾക്കുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഇതോടെ വാർത്തയുടെ പോസ്റ്റുകൾ മെറ്റയെ തെറ്റിദ്ധരിപ്പിച്ച് നീക്കം ചെയ്യുകയായിരുന്നു സർക്കാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാധ്യമ ജാഗ്രതയുമായി റിപ്പോർട്ടർ മുന്നോട്ട് തന്നെ പോകും. ഒരു സർക്കാരിൻ്റെയും PR വർക്ക് റിപ്പോർട്ടർ ഏറ്റെടുക്കുന്നില്ല. നിരന്തരം സർക്കാരിനെ ഓഡിറ്റ് ചെയ്തും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചും റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പമുണ്ടാവും. നോട്ടീസോ വ്യാജ വാർത്തകളോ കൊണ്ട് തകർക്കാൻ കഴിയുന്നതല്ല റിപ്പോർട്ടർ വാർത്താ സമൂഹത്തിലെ വാർത്താ സഹോദരന്മാരുടെ വാർത്താ വീര്യത്തെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജെഫേഴ്സൺ പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഗവൺമെൻറ്റില്ലാത്ത ഒരു കാലത്ത് ഫ്രീ പ്രസ് മാത്രമുണ്ടായിരിക്കുകയും അങ്ങനെയൊരു സാഹചര്യമാണോ, അതല്ല ഫ്രീ പ്രസ് ഉണ്ടായിരിക്കുകയും ഫ്രീ പ്രസ് ഇല്ലാതിരിക്കുകയും ഗവൺമെൻറ് ഉണ്ടാവുകയും ചെയ്യുന്നതാണോ? നിങ്ങൾ ഏതിനെയാണ് പിന്തുണയ്ക്കുക? ഗവൺമെൻറ് ഇല്ല, ഫ്രീ പ്രസ് ഉണ്ട്. ഫ്രീ പ്രസ് ഇല്ല, ഗവൺമെൻറ് ഉണ്ട്. നിങ്ങൾ ഇതിനേതിനെയായിരിക്കും പിന്തുണയ്ക്കുക എന്ന് ചോദിക്കുമ്പോൾ തോമസ് ജെഫേഴ്സൺ പറയുന്നൊരു വാചകം, സർക്കാരില്ലെങ്കിലും സ്വതന്ത്രമായ ന്യൂസ് പേപ്പറുള്ള മാധ്യമപ്രവർത്തകരുള്ള മാധ്യമമുള്ള ഒരു കാലത്തെയാണ് ഞാൻ പിന്തുണയ്ക്കുക എന്നതാണ്. ഇതാണ് തോമസ് ജെഫേഴ്സൺ പറഞ്ഞ വാചകം. മോദി ചെയ്യുന്നത് VD ചെയ്യില്ല എന്നാണ് പ്രതീക്ഷ. Meet the editors.